PV അൻവറിന്റെ ആരോപണങ്ങളിൽ DGP വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് സഹപ്രവർത്തകനായ P വിജയനെതിരെ MR അജിത് കുമാർ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്തിൽ P വിജയന് ബന്ധമുണ്ടെന്നായിരുന്നു അജിത് കുമാറിന്റെ മൊഴി. ഇക്കാര്യം SP സുജിത് ദാസ് പറഞ്ഞുവെന്നാണ് അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയോട് പറഞ്ഞത്. എന്നാൽ സുജിത് ദാസ് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചതോടെ സംഭവത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് P വിജയൻ സർക്കാരിന് കത്ത് നൽകി. ഇതിൽ സർക്കാർ DGPയോട് അഭിപ്രായം ചോദിച്ചു. പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. സിവിലായും ക്രിമിനലായും MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാമെന്നാണ് ശുപാർശ. വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. DGP റാങ്കും പോലീസ് മേധാവി കസേരയും സ്വപ്നം കാണുന്ന അജിത് കുമാറിന് കേസെടുത്താൽ തിരിച്ചടിയാകും. ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ്. അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് MR അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്. സ്വന്തം പോലീസ് മേധാവിയുടെ ശുപാർശയും ഇന്റലിജൻസ് മേധാവിയുടെ പരാതിയും തള്ളി വിശ്വസ്തനെ ഇനിയും മുഖ്യമന്ത്രി എത്ര നാൾ സംരക്ഷിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. പന്തിനി മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.